ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. ഇതാണ് ഈസി പ്രോൺ റോസ്റ്റ് റെസിപ്പി. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാനിതിന്ന് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വന്നോളൂ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പ്രോൺ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ പ്രോൺസ് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകി മാറ്റി വെക്കുക. ഇതിലേക്ക് 2 സവാളയുടെ ആവശ്യമുണ്ട്, 2 തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ കൊഞ്ച് ഇച്ചിരി മഞ്ഞളും ഉപ്പും ഇട്ട് നല്ലതുപോലെ വേവിക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമേ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ച സവാളയൊക്കെ അരിയാം. എനിക്ക് ചോപ്പറാണ് ഭയങ്കര ഈസി, അതായത് നല്ലപോലെ അരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ചോപ്പറിലേക്ക് സവാള, വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, തീരെ നല്ല ചെറിയ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചത് അരിഞ്ഞിടുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച തക്കാളി 2 എണ്ണം അരിഞ്ഞ് വെക്കുക. അത് ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. ഇത്രയും എടുത്ത് വെച്ച ശേഷം നമ്മുടെ പാൻ കഴുകി അടുപ്പത്തോട്ട് വെക്കുക. പാനിലെ വെള്ളമെല്ലാം വറ്റണം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇതിനേക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൊടി. ഇനി ഇതിലേക്ക് നമ്മുടെ കരിവേപ്പില ഇടണം. അതെൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവൻ പോയി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ആ കറിവേപ്പില മുഴുവൻ അതിലിട്ടു. എന്നിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക. വഴറ്റിയ ശേഷം നമ്മുടെ തക്കാളിയും അതിനകത്തോട്ടിട്ട് നല്ലപോലെ വഴറ്റുക. തക്കാളി നല്ലപോലെ വെന്ത് ഉടയണം കേട്ടോ. അത്രയും നേരം ഇട്ട് വഴറ്റണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർക്കാം. പക്ഷേ ഞാൻ അത്രയും ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മുടെ മഞ്ഞൾ പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. അങ്ങനെ നല്ലപോലെ വഴന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചെടുത്ത് അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പിടുക, ഉപ്പ് മറക്കരുത്. ഉപ്പിട്ട ശേഷം വീണ്ടും ഇളക്കുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ആ നീരതിൽ ചേർക്കും. നാരങ്ങ അലർജി ഉള്ളവരാരും ഉപയോഗിക്കേണ്ട. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് മിക്കവാറും കുറയും നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോൾ. അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. മിക്സി എടുത്ത് അതിൽ കാഷ്യൂനട്ട് ഇടുക, അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ച ശേഷം വീണ്ടും ഇളക്കുക എല്ലാം കൂടെ. അത് നല്ലപോലെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കൂടെ നല്ലപോലെ തിളയ്ക്കട്ടെ. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, നിങ്ങൾ ചേർക്കുക. നല്ല രുചിയാണ് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതൊരു സെർവിങ് ബോളിലേക്ക് ആക്കുക. ഇതോടെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയായി കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ലഞ്ചിന് കഴിക്കാനുള്ളത് ചോറാണ്. ചോറ്, കുറച്ച് പച്ചടിയുണ്ട്. പച്ചടി ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പച്ചടി മിക്ക ദിവസവും ഇവിടെ കാണും കേട്ടോ. പാവയ്ക്ക മെഴുക്ക് പുരട്ടി, അത് ആൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല, എന്നാലും വെച്ചു.
പിന്നെ നമ്മുടെ ഇന്നത്തെ കൊഞ്ച് റോസ്റ്റ്, പ്രോൺ റോസ്റ്റ്. ആക്ച്വലി ഈ പ്രോൺ റോസ്റ്റ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.